Now, one question to you. You are intelligent people. When you look at Narendra Modi and you look at Donald Trump, who do you think is the boss? ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിക്കട്ടെ. നിങ്ങൾ ബുദ്ധിയുള്ള ആളുകളാണ്. നിങ്ങൾ നരേന്ദ്രമോദിയെ ഡൊണാൾഡ് ട്രംപിനെ ഒരുമിച്ച് കാണുമ്പോൾ നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരാണ് അവിടുത്തെ ബോസ്? Who do they think? Does Narendra Modi look like Trump's boss or Trump look like Narendra Modi's boss? നിങ്ങൾ രണ്ടുപേരെയും കാണുമ്പോൾ ട്രംപിനെ കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ ബോസ് ആണെന്ന് തോന്നുന്നു, അതോ നരേന്ദ്രമോദിയെ കാണുമ്പോൾ ട്രംപിന്റെ ബോസ് ആണെന്ന് തോന്നുന്നു? Trump is abusing Narendra Modi every day. ട്രംപ് നരേന്ദ്രമോദി എല്ലാ ദിവസവും അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. 24 hours he's abusing him. Narendra Modi does not say anything. 24 മണിക്കൂർ ട്രംപ് നരേന്ദ്രമോദിയെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നരേന്ദ്രമോദി തിരിച്ചൊന്നും He പറയില്ല. is publicly saying that I'll destroy Narendra Modi anytime I want. അദ്ദേഹം എന്നിട്ട് പുറത്തുനിന്ന് പറയുകയാണ്, നരേന്ദ്രമോദി ഏത് സമയത്ത് വേണമെങ്കിലും ഞാൻ നശിപ്പിക്കാമെന്ന് ട്രംപ് പറയാണ്. Trump ordered him, you go to Israel. Within 5 minutes he went to Israel. ട്രംപ് നരേന്ദ്രമോദിക്ക് ഒരു ഓർഡർ കൊടുത്തു, ഇസ്രായേലിൽ വേഗം പൊക്കണം. 5 മിനിറ്റിൽ നരേന്ദ്രമോദി ഇസ്രായേലിൽ പോയി. He might be the Prime Minister of India, but his boss is the President of the United States. നരേന്ദ്രമോദി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കാം, പക്ഷെ അദ്ദേഹത്തിന്റെ ബോസ് എന്ന് പറയുന്നത് അമേരിക്കയുടെ പ്രസിഡന്റ് ആണ്. Why? Because of Epstein, because of Adani. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എപ്സ്റ്റൈൻ ഫയലുകൾ കാരണം, അദാനി കാരണമാണ്. Donald Trump knows and has the key to Narendra Modi's image. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ എന്തെന്ന് ഡൊണാൾഡ് ട്രംപിന് അറിയാം. നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായയുടെ താക്കോൽ ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. Thousands of crores have been spent in blowing up the balloon called Modi's image. നിങ്ങൾക്കറിയാമോ, ആയിരക്കണക്കിന് കോടി രൂപയാണ് നരേന്ദ്രമോദിയുടെ പ്രതിച്ഛായ എന്ന് പറയുന്ന ബലൂണിനെ ഊതി വീർപ്പിക്കാൻ വേണ്ടി ചെലവാക്കിയിട്ടുള്ളത്. And Donald Trump has the needle in his hand. ആ ഊതി വീർപ്പിച്ച ബലൂണിനെ പൊട്ടിക്കാനുള്ള സൂചി ഇരിക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ കയ്യിലാണ്. If Donald Trump goes thuk, Narendra Modi goes poof. ഡൊണാൾഡ് ട്രംപ് ഭക്തൊരു കുത്തു കൊടുക്കുമ്പോ നരേന്ദ്രമോദി എന്ന ബലൂൺ ഇങ്ങനെ ഉഫ് എന്ന്. Now, I was speaking in Parliament and I was going to talk about Epstein and about Adani and how Adani is actually controlled by the BJP and by Modi and how Adani and Modi are the same thing. ഞാൻ പാർലമെന്റിൽ സംസാരിക്കാൻ പോവുകയായിരുന്നു. ഞാൻ എപ്സ്റ്റൈൻ ഫയലിനെ കുറിച്ച് സംസാരിക്കാൻ പോവുകയായിരുന്നു. എങ്ങനെയാണ് അദാനി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അദാനി നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതുപോലെ ബിജെപിയും അദാനിയും തമ്മിൽ എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ ഞാൻ പാർലമെന്റിൽ സംസാരിക്കാൻ പോവുകയായിരുന്നു. You know, everybody confuses. They think Adani is separate and Modi is separate. They are the same thing. It's actually Modani. ഞാൻ ഒരു കാര്യം പറയട്ടെ, എല്ലാവർക്കും ആശയക്കുഴപ്പമുണ്ട്. എല്ലാവരും വിചാരിക്കും അദാനി ഒരാളാണ്, മോദി മറ്റൊരാളാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവർ രണ്ടുപേരല്ല, അവർ ഒരാളാണ്, അവർ മൊദാനിയാണ്. Everything is being given to that fellow. എല്ലാം ആ വ്യക്തിക്ക് മാത്രം കൊടുക്കുകയാണ് ഈ രാജ്യത്തെ. Ports, airports, infrastructure, steel, communication, energy, power, everything. ഈ രാജ്യത്തെ തുറമുഖങ്ങൾ, വിമാനത്താവളങ്ങൾ, ഈ അടിസ്ഥാന സൗകര്യ മേഖല, ഈ രാജ്യത്തെ ആശയവിനിമയ ശൃംഖല, ഊർജ്ജ സുരക്ഷ എല്ലാം അദാനിക്ക് നൽകുകയാണ്. So I was going to say this in Parliament. ഞാനിത് പാർലമെന്റിൽ ഉന്നയിക്കാൻ പോവുകയായിരുന്നു. First of all, for 4 hours the BJP did not let me speak. ആദ്യം നിങ്ങൾക്കറിയണോ, ആദ്യത്തെ 4 മണിക്കൂർ BJP എന്നെ സംസാരിക്കാൻ അനുവദിച്ചില്ല. And after that you must have seen Narendra Modi ran away from Parliament. അത് കഴിഞ്ഞ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, നരേന്ദ്രമോദി അതിനുശേഷം പാർലമെന്റിൽ നിന്ന് ഓടി ഒളിക്കുകയാണ് ചെയ്തത്. He could not stand in front of me while I was saying these things. ഞാൻ ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്റെ മുമ്പിൽ നിൽക്കാനുള്ള ധൈര്യം Afterwards, imagine, afterwards a new story came out and they said that women MPs were going to attack the Prime Minister. നിങ്ങൾക്കറിയണം, അത് കഴിഞ്ഞ ഒരു പുതിയ കഥയുമായിട്ട് വന്ന ആ കഥ എന്തായിരുന്നു? പാർലമെന്റിലെ വനിതാ എംപിമാരും നരേന്ദ്രമോദിയെ ആക്രമിക്കാൻ തയ്യാറെടുക്കായിരുന്ന ഒരു കഥയും കൊണ്ട് അവർ വന്നു. Narendra Modi has SPG sitting with him. Where are women MPs going to attack Narendra Modi? നരേന്ദ്രമോദിയുടെ കൂടെ SPG-ക്കാരിക്കുമ്പോ എങ്ങനെയാണ് പാർലമെന്റിലെ വനിതാ എംപിമാർ അദ്ദേഹത്തെ ആക്രമിക്കാൻ പോകുന്നത്? In the whole country they said women MPs almost attacked the Prime Minister. രാജ്യം മുഴുവൻ അവർ പറഞ്ഞു നടന്നു, പാർലമെന്റിലെ വനിതാ എംപിമാര് പ്രധാനമന്ത്രി ഏകദേശം ആക്രമിക്കുന്ന അവസ്ഥ വരെ എത്തിയെന്ന് അവർ പറഞ്ഞു. Strange, Prime Minister scared of 6 or 7 women MPs. ഇത് എന്തൊരു വിചിത്ര
വിചിത്രമാണ്. ഈ രാജ്യത്തെ പ്രധാനമന്ത്രി 6 7 വനിതാ MP-മാരെ ഓർത്ത് പേടിച്ചിരിക്കുന്നത് എന്തൊരു വിചിത്രമായ ഒരു അവസ്ഥയാണ്. So the same way Donald Trump is controlling Mr. Modi is controlling your chief minister. എങ്ങനെയാണോ ഡൊണാൾഡ് ട്രംപ് നരേന്ദ്രമോദിയെ നിയന്ത്രിക്കുന്നത്, അതേ രീതിയിൽ നരേന്ദ്രമോദി നിങ്ങളുടെ മുഖ്യമന്ത്രിയെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുകയാണ്. If Modi says jump, your chief minister will jump. നരേന്ദ്രമോദി പറയുകയാണ് ചാടാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി ചാടിയിരിക്കുന്നു. If he says lie down, the chief minister will lie down. നരേന്ദ്രമോദി കിടക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി കിടന്നിരിക്കുന്നു. If he says give this to Adani, chief minister will give it to Adani. നരേന്ദ്രമോദി പറയാണ് ഇത് അദാനിക്ക് കൊടുക്കാൻ പറഞ്ഞ നിങ്ങളുടെ മുഖ്യമന്ത്രി അത് അദാനിക്ക് കൊടുത്തിരിക്കും. Because chief minister knows that his corruption can easily be exposed by the prime minister. കാരണം നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം അദ്ദേഹത്തിന്റെ അഴിമതി വളരെ എളുപ്പത്തിൽ പുറത്തു കൊണ്ടുവരാൻ പ്രധാനമന്ത്രിക്ക് സാധിക്കുമെന്ന് നിങ്ങളുടെ മുഖ്യമന്ത്രിക്ക് അറിയാം.